നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഫിലിമാണല്ലോ അനിയത്തിപ്രാവ്. അന്നത്തെ തലമുറയ്ക്ക്, അതായത് ഈ അനിയത്തിപ്രാവ് ഇറങ്ങിയ സമയത്ത് എല്ലാ മുതിർന്നവർക്കും കൊച്ചു കുട്ടികൾക്കും യങ്സ്റ്റേഴ്സിനും ഒക്കെ വളരെ പ്രിയങ്കരമായ അവരിഷ്ടപ്പെട്ടിരുന്ന ഒരു പടമായിരുന്നു അനിയത്തിപ്രാവ്. അന്നത്തെ നായികയും നായികയും കുഞ്ചാക്കോ ബോബനും ശാലിനി ബാലതാരമായിട്ട് മാമാട്ടിക്കുട്ടിയമ്മയ്ക്കകത്തൊക്കെ അഭിനയിച്ചതുകൊണ്ട് ശാലിനി ഒരു പുതിയ നായികയായിട്ട് തിരിച്ചു വരുന്നതും ആയതുകൊണ്ടും എല്ലാവർക്കും, മുതിർന്നവർക്കും കൊച്ചു കുട്ടികൾക്കും യങ്സ്റ്റേഴ്സിനും അടക്കം ഭയങ്കര ത്രില്ലോടെയാണ് ആൾക്കാർ ഈ പടം കണ്ടിറങ്ങുന്നത്. അതുപോലെ കുഞ്ചാക്കോവൻ അന്നത്തെ യുവ കോമളനായിരുന്നു. അത്രയും സുന്ദരനാണ്. ഇപ്പം എല്ലാവരും കോളേജിലൊക്കെ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ ഇങ്ങനെ പോസ്റ്റർ നമ്മളെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ഈ അനിയത്തിപ്രാവിൻ്റെ പോസ്റ്ററിലേക്ക് നോക്കും. എന്നിട്ട് എല്ലാവരും പെണ്ണുങ്ങളെല്ലാം കുഞ്ചാക്കോവനെ നോക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആണുങ്ങൾക്ക് പോലും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ പെണ്ണുങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഈ പടം കാണാൻ വേണ്ടി ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, എന്ന് പോകാൻ പറ്റണേ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ആരും പടം കാണാനൊന്നും പോകാത്തവരാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും സിനിമ കാണാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു ആൻറ്റിയും കുടുംബവും സിനിമ കാണാൻ പോവുകയാണെ വരുന്നോ എന്ന് ചോദിച്ചു. അന്നേരം തന്നെ ഞാൻ യെസ് പറഞ്ഞു. പിന്നെ വീട്ടിലൊക്കെ ചോദിച്ച് പെർമിഷൻ മേടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞായറാഴ്ചയാണ് ഞങ്ങൾ പോകുന്നത്. ഒരുങ്ങി ഞങ്ങൾ സിനിമയ്ക്ക് പോയി കേട്ടോ. പച്ചോയ്ക്കാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്ക് അന്ന് ഇന്നത്തെ കണക്കല്ല, ടിക്കറ്റൊക്കെ നമ്മൾ അവിടെ ചെന്ന് എടുക്കുവാണേ. അങ്ങനെ ഷോയ്ക്ക് ചെന്നപ്പോൾ അവിടെ എല്ലാ ടിക്കറ്റും ഫുള്ളായി. അവർ പറഞ്ഞു സെക്കൻഡ് ഷോയ്ക്ക് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ചു വരാതെ അവിടെ തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെളിയിൽ നിന്ന് ഇച്ചിരി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ തന്നെ സമയം 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഷോയ്ക്കാണ് കയറിയത്. അപ്പോൾ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. വീട്ടിൽ വിളിച്ച് പറഞ്ഞു. പക്ഷേ എങ്കിലും വീട്ടുകാർക്ക് അത്ര ഇതല്ലായിരുന്നു. ടെൻഷൻ ചെല്ലുമ്പോൾ എന്തായിരിക്കും, ആങ്ങളമാർ വല്ല വഴക്ക് പറയും, ഇതൊക്കെ മനസ്സിൽ കടന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷനിലാണ് ഞാൻ സിനിമ കാണുന്നതും. പക്ഷേ സിനിമയുടെ തുടക്കം തൊട്ട് അവസാനിക്കുന്നിടം വരെയും നമുക്ക് ഒരു ബോറിങ്ങും ഇല്ലാതെ വളരെ നമുക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു പ്രേമത്തിൻ്റെ കഥയാണല്ലോ. അപ്പോൾ നമുക്ക് അത്രയും ഇൻട്രസ്റ്റോടു കൂടി നമ്മൾ ആ പാട്ടും എല്ലാം, നമ്മളതിനകത്ത് കരച്ചിലും നമ്മുടെ എല്ലാ ഫീലിങ്സും വരും അതിനകത്തെ. അങ്ങനെ നമ്മളൊരു വളരെ സന്തോഷത്തോടെ ആ പടമൊക്കെ കണ്ടിറങ്ങി. വീട്ടിൽ ചെന്നപ്പോഴേക്കും താമസിച്ചു എന്നും പറഞ്ഞ് എൻ്റെ ബ്രദർ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതോടെ എൻ്റെ ത്രില്ലെല്ലാം പോയി.